ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പത്തരമാറ്റിൻ്റെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സമാധാനത്തിന് വേണ്ടി അനി നന്ദുവിനെ വിളിക്കുക. അപ്പോൾ നന്ദു ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും, ഇതെന്താ അനി, നീ എന്നിപ്പോൾ വിളിച്ചത്? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. നീ എന്തിനിപ്പോൾ എന്ത് കാര്യത്തിന് വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കറിയാം നന്ദു, നീ ഉറങ്ങിയിട്ടില്ല. ഇന്നത്തെ ദിവസം നിനക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നാളെ എൻ്റെ നിശ്ചയമല്ലേ. ഞാൻ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെയാണ് നന്ദു ഈ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നത്. എല്ലാവരോടും ഞാൻ കാല് പിടിച്ച് നോക്കി, എല്ലാവരോടും ഞാൻ കെഞ്ചി നോക്കി, പക്ഷെ എൻ്റെ മനസ്സ് കാണാനായിട്ട് ആർക്കും കഴിയുന്നില്ല നന്ദു. ഞാൻ നിന്നോടും പറയുന്നു, എനിക്ക് നിശ്ചയത്തോട് ഒരു താല്പര്യമില്ല. അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? എനിക്കിതിലൊന്നും ചെയ്യാനായിട്ടും പറ്റിയൊന്നുമില്ല. നീ നാളെ ഈ നിശ്ചയത്തിൽ പങ്കെടുക്കണം. ആ നിശ്ചയം നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. നന്ദു, നീ തന്നെയാണോ നന്ദു ഈ പറയുന്നതൊക്കെ? എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നന്ദു. ഞാൻ പിന്നെ എന്ത് പറയാനാ, നിൻ്റെ വീട്ടുകാരൊക്കെ എല്ലാം കൂടി തീരുമാനിച്ചല്ലേ, അപ്പോൾ അതേപോലെ തന്നെ നടക്കട്ടേന്നേ. എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല നന്ദു. ഞാനേ നിൻ്റെ വീട്ടിലേക്ക് വരട്ടെ, നിന്നെ കാണാനായിട്ട് തോന്നുന്നു. അനാവശ്യം പറയാൻ നിൽക്കരുത്, ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കരുത്. എന്താ നന്ദു ഇത്? എൻ്റെ കാര്യങ്ങൾ ആരും നോക്കുന്നില്ലല്ലോ. ഞാൻ എല്ലാവരോടും എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞില്ലേ, എന്നിട്ടും ആരും എൻ്റെ സങ്കടം കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. എനിക്കിഷ്ടമല്ലാത്തൊരു കല്യാണത്തോടാണ് എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കടങ്ങൾ പറയാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിച്ചത്. എന്നിട്ട് പോലും നീ എന്നെ അവോയ്ഡ് ചെയ്യുവാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് ഭയങ്കര സങ്കടം വരികയാണ്. എന്താണെന്നത് നീ കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. എനിക്ക് നാട് വിട്ടു പോകാനായിട്ട് തോന്നുന്നു. ഞാൻ പോവാം എങ്ങോട്ടെങ്കിലും. നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിലും പ്രശ്നക്കാർ ഞാനാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. എനിക്ക് ഉറക്കം വരുന്നു, ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദൂടെ പെട്ടെന്ന് ഫോൺ കട്ടാക്കുവാണ്. എനിക്കാണെങ്കിൽ അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടം തോന്നുക. അങ്ങനെ വല്ലാതെ സങ്കടം നിൽക്കുക. അപ്പോൾ നന്ദു ആണെങ്കിൽ നിൻ്റെ അത്രയും പോലും ഉറങ്ങാനായിട്ട് എനിക്ക് കഴിയില്ലടാ. ഇന്നത്തെ ദിവസം എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. അപ്പോൾ അനിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ദൈവമേ നാളെ എന്തായിരിക്കും സ്ഥിതി, എങ്ങനെയെങ്കിലും ആ നിശ്ചയം ഒന്ന് മുടങ്ങണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ അനി നിൽക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും അനിയെ അഭിയും അതേപോലെ തന്നെ ആദർശും കൂടി ഒരുക്കാനുള്ള തന്ത്രപ്പാട്. അപ്പോൾ അനിയെ നല്ല രീതിയിൽ തന്നെ ഒരുക്കുക. സമയത്ത് അനി ഇങ്ങനെ മോന്തയും വിറിപ്പിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആദർശം ഇങ്ങനെ ചോദിക്കണം, എന്താണ് അനി, ഇന്നൊരു നല്ലൊരു ദിവസമല്ലേ, എന്നിട്ട് നീ എന്തിനിങ്ങനെ മോന്തയും വിറിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്? സന്തോഷത്തോടെ നിൽക്കാൻ പാടില്ലേ? സന്തോഷമോ? എനിക്ക് ഇന്നത്തെ ദിവസം സന്തോഷം ഉണ്ടാകുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ട് ഏട്ടാ. എനിക്കിഷ്ടപ്പെടാത്തൊരു കല്യാണത്തോടാണ് നിങ്ങളെല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പോലും ആ പെണ്ണിനെ, അവളെ എൻ്റെ തലയിലേക്ക് വെച്ച് ഏൽപ്പിക്കാനാണ് നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചത്. ആദ്യം ഒരു കല്യാണം നടത്തി, അതും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതാ. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ തലയിൽ വെച്ച് തന്നു. എന്നിട്ട് അതെന്തായി? ഡിവോഴ്സ് ആയില്ലേ? അവളെനിക്ക് സമാധാനം തന്നിട്ടില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും നിങ്ങൾ അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ അതൊക്കെ ശരിയാകൂടാ. നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. അവന്തിക മോള് നല്ലൊരു കുട്ടിയല്ലേ, അതും നമ്മുടെ വീട്ടിലുള്ള കുട്ടി. പക്ഷെ അനാമികയെ പോലെയല്ല. അനാമിക പുറത്തുനിന്ന് വരുന്ന ഒരു പെണ്ണായിരുന്നു. അതുകൊണ്ട് നമ്മുടെ രീതികളോടൊന്നും ഇഷ്ടപ്പെടാത്തൊരു തരത്തിലായിരുന്നു. പക്ഷേ ഇവിടെ അവന്തിക നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നു. അതേപോലെ തന്നെ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്, നമ്മുടെ കുടുംബത്തിലെ കുട്ടിയാണ്. നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അവന്തികയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ അവന്തിക മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അബി അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ അബിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അബി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, അതേടാ നിൻ്റെയും എൻ്റെ അനിയത്തിയുടെ ഒരു കല്യാണം ഒന്ന് കഴിഞ്ഞ് നോക്കട്ടെ, അപ്പം അറിയാം അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. നിൻ്റെ സ്വത്തുക്കൾ മുഴുവനും അവൾ തട്ടിയെടുക്കോടെ, നിന്നിട്ട് പമ്പരം ചുറ്റോടെ അവൾ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അനിയോട് പറയണം, നീ ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ നിൽക്കരുത്. ഇതിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അവന്തികമായിട്ടുള്ള നിശ്ചയം നടത്തണമെന്ന്. അല്ലാതെ നീ ഇപ്പം മോന്തയും വിറിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെയേറെ സങ്കടവും അതൊക്കെ നീ മറന്നേര്. എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞ ആ കല്യാണത്തോട് നീ യോജിച്ചോ എന്നും പറയുകയാണ്. അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ നയനയും ഈ ജലജയും അതേപോലെ തന്നെ ദേവയാനയും കൂടി സംസാരിക്കുക. അപ്പോൾ നയന പറയുകയാണ്, അനിയുടെ മുഖത്തൊരു സന്തോഷമില്ല അമ്മേ, അവന് ഈ കല്യാണത്തോട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് അനി ഈ കല്യാണത്തിന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. അവൻ്റെ മുഖം കാണുമ്പോഴേ എനിക്കും വല്ലാത്ത സങ്കടമൊക്കെ തോന്നും. പിന്നെ അവന് സങ്കടമില്ലാതിരിക്കുമോ? രണ്ടാമത്തെ കല്യാണമാണ് അനിയുടെ. ആദ്യത്തെ കല്യാണമേ ഇങ്ങനെ പോയി, രണ്ടാമത്തെ കല്യാണം എന്താകുമെന്ന് അവന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ അവന്തികയെ അവൻ ആ ഒരു രീതിയിൽ ആ ഒരു കണ്ണ് വെച്ച് കണ്ടിട്ടില്ല. ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലുണ്ട്. നമ്മളോട് പല പ്രാവശ്യം പറഞ്ഞാണല്ലോ ഈ കല്യാണത്തോട് താല്പര്യമില്ല എന്നൊക്കെ
പുറകെ നടന്ന് പറഞ്ഞതാ. നമ്മളതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. അതുകൊണ്ട് അവന് ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ നമ്മളൊക്കെ ഒരുമിച്ച് പറയുന്നത് കൊണ്ടാണ് പിന്നീട് എതിരഭിപ്രായങ്ങളൊന്നും പറയാതെ അവൻ ഇതിന് കൂട്ടുനിന്ന് തരുന്നത്. അല്ലാതെ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയാണെങ്കിലല്ല, എൻ്റെ മകൾക്ക് എന്താ കുഴപ്പം? എൻ്റെ മകളുടെ മനസ്സേ നല്ല മനസ്സാണ്. അവൾ അനിയെ പൊന്നുപോലെ നോക്കിക്കോളും. അത് ഞങ്ങൾക്കറിയാം. നിന്നെയും നിൻ്റെ മോനെയും പോലെ അല്ല നിൻ്റെ മകള്. അവളുടെ മനസ്സ് നല്ല മനസ്സ് തന്നെയാണ്. അയർലാൻഡിൽ പോയി വന്നതിന് ശേഷം അവൾ നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അവൾ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് അച്ഛനും അമ്മയൊക്കെ സമ്മതം മൂളിയത്. അല്ലായിരുന്നെങ്കിലേ നിൻ്റെ പോലുള്ളൊരു സ്വഭാവമായിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കാനായിട്ട് പോകുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ജലജയാണെങ്കിൽ എല്ലാം മനസ്സിലായടേ. എൻ്റെ മോള് അവനൊന്ന് കല്യാണം കഴിക്കട്ടെ, പിന്നീടായിരിക്കും എൻ്റെയൊക്കെ തനി സ്വഭാവമൊക്കെ നീയൊക്കെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞ് അങ്ങനെ മുത്തശ്ശനും ജ്യോത്സ്യനും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ജ്യോത്സ്യ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ അപ്പോഴേ ഇത് ജ്യോത്സ്യം നോക്കി നിങ്ങളോട് പറഞ്ഞതല്ലേ, ചെറുക്കൻ എടഞ്ഞു നിൽക്കുകയാണെന്ന്. ആ സമയത്ത് നിങ്ങൾ തന്നെയാണ് ഈ കല്യാണം നടത്താനായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് നടത്തിയേ മതിയാവുള്ളെന്നൊക്കെ നിങ്ങൾ വാശി പിടിച്ചു. ഇനി ഇതിൽ കൂടുതൽ നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. പല പ്രശ്നത്തിലും അനിയും ഇതിൽ പങ്കാളിയാവേണ്ട ഒരവസ്ഥ വരും. ഇതൊക്കെ കേട്ട മുത്തശ്ശനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്? അനിയെ അങ്ങനെ നിർത്താനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ എത്രയും പെട്ടെന്ന് ആ ഡിവോഴ്സും കൂടി നടക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനൊരു കളി കളിച്ചത്. അപ്പോൾ പെട്ടെന്നൊരു ഡിവോഴ്സ് നിന്ന് അവൾക്കുള്ള പൈസയും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ തിരുമേനി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനൊരു വഴി ചെയ്യുക. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കണം, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ വലിയൊരു ദുരന്തം വരാനായിട്ട് പോവുകയാണെന്നൊക്കെ ജ്യോത്സ്യം പറഞ്ഞ് നമ്മുടെ മുത്തശ്ശനെ പേടിപ്പിക്കുകയും ചെയ്യാണ്. അങ്ങനെ ഈ സമയം തന്നെ നന്ദുവിനാണെങ്കിൽ ഒരു മനസമാധാനമില്ല. അപ്പോൾ നന്ദു ആണെങ്കിൽ റൂം തുറക്കുന്നുമില്ല, ഇന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടുമില്ല. അപ്പോൾ കനകം വന്നിട്ട് മോളെ നീ എന്തെടുക്കാൻ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ലമ്മേ, ഇത് ഇത്ര നേരം ഇതെന്താ വാതിൽ തുറക്കുന്നില്ലേ? അപ്പോൾ കനകമൊക്കെ റെഡിയായിട്ട് ഇരിക്കുകയും ചെയ്യാണ്. ഞങ്ങൾ കല്യാണത്തിന് പോവുക, ഇവിടെ കിടന്ന് വാതിലും തുറക്കാതെ ഉറക്കത്തിൽ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇല്ല ഡ്യൂട്ടിക്ക് പോകുന്നില്ല, ഞാൻ പൊയ്ക്കോളാം, കുറച്ച് ലേറ്റായിട്ട് പൊയ്ക്കോളാം എന്ന് പറയാം. എന്നാൽ പെട്ടെന്ന് പോയിക്കണ്ടേ, ഞങ്ങൾ ഏതായാലും നിശ്ചയത്തിനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങുക. സമയം തന്നെ അനിയും അഭിയും ആദർശമൊക്കെ സന്തോഷത്തോടെ ഇറങ്ങി വരിക. അപ്പോൾ ഈ അനിയുടെ മുഖത്താണെങ്കിൽ ഒരു സന്തോഷവും ഇല്ല. മറുഭാഗത്ത് നമ്മുടെ അവന്തികയും നയനയും അതേപോലെ തന്നെ നവ്യയും ഒക്കെ ഇറങ്ങി വരിക. പക്ഷെ ഇവരുടെ മുഖത്ത് സന്തോഷമുണ്ടെങ്കിലും നവ്യയുടെ മുഖത്ത് സന്തോഷമില്ല. കാരണം ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയ ഒരാളാണ് നവ്യ. അപ്പോൾ നവ്യക്കറിയ കാര്യങ്ങൾ, അതിനുവേണ്ടി തന്നെയാണല്ലോ നവ്യ ഒരു അജ്ഞാത മെസ്സേജ് അയച്ചത്. എന്നിട്ട് പോലും ഇതെന്താണ് സംഭവിച്ചതെന്ന് നവ്യയ്ക്ക് ഒരു പിടുത്തവുമില്ല. ഇനി എങ്ങനെ ഇത് മുടക്കുമെന്ന് പോലും അറിയില്ല. എൻ്റെ ദൈവമേ, കൃത്യസമയത്ത് അവരെത്തിയാൽ മതി എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് നമ്മുടെ നവ്യ നിൽക്കുന്നത്. അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഉറപ്പായിട്ടും ഈ നിശ്ചയം മുടങ്ങുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇനി നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണം നടക്കുമോ? ഇനി അതാണ് നമുക്ക് അറിയേണ്ടത്. നന്ദു അറസ്റ്റ് ചെയ്തതിൽ ഇവർക്കെല്ലാവർക്കും വിരോധം ഉണ്ടാവുമോ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കേൾക്കണമെന്നും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.